ഗൈസ്, ഇന്ന് പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ലാത്തൊരു ദിവസമായതിനാൽ ഞാൻ വിചാരിച്ചു എൻ്റെ പണിയായുധങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നത്. സോ ലെറ്റ് സീ മൈ പണിയായുധങ്ങൾ. സത്യത്തിൽ പരിചയപ്പെടുത്താനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള കുറേ പണിയായുധങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം ഞാനിപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ലെറ്റ് സീ. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഇതിൽ എത്ര കുത്തി കയറ്റിയാലും കൊണ്ടോളും. അതുകൊണ്ട് ഞാൻ ഇതേവരെ കളഞ്ഞിട്ടില്ല. ഒരു 2 വർഷമായിട്ടുണ്ടാവും വന്നിട്ട്. ഇത് ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഐ ഷാഡോ ആണ്. ഇത് നൈക്കാന്ന് വാങ്ങിയത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാലറ്റ് ഉപയോഗിക്കുന്ന പലരുടെ അവസ്ഥ ഇതായിരിക്കും. പിന്നെ രണ്ടായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ബ്രഷൊക്കെ എവിടെയാണ് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാൻ ബ്രഷ് അതേപോലെ തന്നെ ആ സ്പോഞ്ച് ഇതൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സ്പോഞ്ചാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഐ ഷാഡോ ആണ്. ഇതാണ് ഞാൻ തിളക്കം കൂട്ടാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഹൈലൈറ്റർ. ഇത് മെബ്ലൈൻ്റെ ഹൈലൈറ്ററാണ്. സോ ഞാൻ എല്ലാം ചെയ്ത് സെറ്റായി ഫൈനലായി കഴിഞ്ഞതിന് ശേഷം കുറച്ചെടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടാവുമല്ലോ, ഞാനിവിടെ ഇങ്ങനെ ഈ നോസിൻ്റെ ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിനിവിടെ, പിന്നെ ഇത് ചില സമയത്ത് ഇവിടെയും ഇതിവിടെയും. പിന്നെ ഇതെൻ്റെ ടെയിൽ കോംബാണ്. നേരത്തെ എനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോംബാണിത്. ഹെയർ സ്പ്രേ യൂസ് ചെയ്യാത്ത സമയത്ത് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെയിൽ കോംബ് യൂസ് ചെയ്യുന്നത്. ദെൻ പിമ്പിൾ പാച്ചാണ്. പിമ്പിളൊക്കെ വരുന്ന ടൈമിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് കോസ്റെക്സ്. ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലും കുറച്ച് ഫേമസ് ആണ് ഈ ഒരു ബ്രാൻഡ്. അതിൻ്റെ പിമ്പിൾ പാച്ചാണ്. പല ഷേപ്പിലും സൈസിലും ഇത് അവൈലബിൾ ആണ്. ചെറുത് തൊട്ട് വലുത് വരെ വലിയ പിമ്പിൾസ്. അപ്പം എത്ര വലിയ പിമ്പിൾസ് വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട, ചെറുതാണെങ്കിലും വിഷമിക്കേണ്ട. ദിസ് ഈസ് ഗുഡ്. ലിപ്സ്റ്റിക്ക് മാക്കിൻ്റെ ബ്രിക്ക് ത്രൂ. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതല്ല കേട്ടോ, കൈൻഡ് ഓഫ് ന്യൂ ഷെയ്ഡ്. ഇട്ടിരിക്കുന്നത് ഏകദേശമൊക്കെ ഒരേപോലെയാണ്. എനിക്ക് ഇങ്ങനത്തുള്ള ഷെയ്ഡിനോടാണ് കുറച്ചുകൂടെ ഇഷ്ടം. സോ ഏകദേശം ഇതും ആ ഒരു ഷെയ്ഡൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. അതായത് ചില ക്രീമിൻ്റെ മണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലതിൻ്റെ ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും. ചിലതിൻ്റെ കളർ കൈൻഡ് ഓഫ് പിങ്ക് കളർ, അങ്ങനെ കളർ ഉണ്ടായതുകൊണ്ട് അത് ഇഷ്ടമായിട്ടുള്ളവരുണ്ടാവും. സോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഞാൻ മിക്സ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യും. എന്നിട്ട് ഈ ബോട്ടിലേക്ക് മാറ്റും. പിന്നെ ഈ ഒരു ബോട്ടിൽ ക്യാരി ചെയ്യുന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഫേസ് വാഷാണ് ഇത്. ആക്ച്വലി ഇത് നമ്മൾക്ക് മറ്റേ ട്രാവൽ കിറ്റിലില്ല, അതിൽ വരുന്നൊരു ബോട്ടിലാണ്. ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളൂ, കാരണം നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. ഇത് ബ്രാൻഡ് റൈസ് വാട്ടറിൻ്റെ ഒരു കൊറിയൻ ബ്രാൻഡാണ്. അണ്ടർ ഐ ക്രീമാണ്, മറ്റേ ഡാർക്ക് സർക്കിൾസിന്. അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, തോന്നുമ്പം ഉപയോഗിക്കും. ഞാൻ മെബ്ലൈൻ ഫാനാണ് മസ്കാരയിൽ. കാരണം ബാക്കിയുള്ളതൊക്കെ എൻ്റെ പീലിയും കൂടെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ കൺപീലിയും കൂടി പൊഴിഞ്ഞു പോകുന്നു. സോ ഇതാണ് ബെറ്റർ. പിന്നെ ഞാൻ ഈ വാട്ടർ പ്രൂഫ് മസ്കാരാസ് ഉപയോഗിക്കാറേ ഇല്ല, എല്ലാം വാഷബിൾ ആയിരിക്കും. ലിപ് ബാം സെബാമെറ്റിൻ്റെ എല്ലാം പെയിൻറ്റും ഒക്കെ പോയി. ബട്ട് ഇത് നല്ലൊരു ലിപ് ബാമാണ്, കാരണം ഇതിന് സൺ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട്. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. പക്ഷേ എനിക്ക് ഈ ഒരു പുതിയൊരു ബോട്ടിൽ ഇവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ ഒരു ബോട്ടിലിനോടും പ്രോഡക്റ്റിനോടും എനിക്ക് അത്രയും ഒരു സംതൃപ്തി ഇല്ല. കാരണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് എക്സാക്ട് എൻ്റെ സ്കിൻ ഷെയ്ഡായിരുന്നു. ഈവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്ന് പോലും തോന്നില്ല. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയത് വന്നിട്ട് എന്തൊക്കെയോ ഇവർ കാണിച്ച് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് NC41 തന്നെയാണ്. പക്ഷെ എന്തോ എവിടേക്കോ ഒരു പൗഡറി എഫക്റ്റ് ഒക്കെ വരാറുണ്ട് എനിക്ക്. ഈ പമ്പാണ് ആകെ കൂടി ഇതെല്ലാം ഫോളോ ആക്കിയത്. എങ്കിലും പക്ഷേ വേറെ ഒന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് മടിയായതുകൊണ്ടും ഞാൻ ഇത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കൺസീലറാണ്. വളരെ റെയറായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു ബ്രാൻഡാണ്. ടാർട്ട്, ഐ തിങ്ക് അങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ്. ടാർട്ട് എന്നാണ്. സോ നൈസാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് 35N മീഡിയം. ഇതെൻ്റെ ബ്ലഷ്. നേരത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ അവസാനം എടുത്തതാണ്. കാരണം ഇവർക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കൂടി ഉണ്ട്, വെർച്യൂ എന്ന് പറഞ്ഞിട്ട്. ഈ വേർത്തും വെർച്യൂവും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്ന്. അവസാനം ഞാൻ അവിടെ നിന്നേരം എല്ലാവരോടും ചോദിച്ചു, ഇത് രണ്ടിൽ ഏതാ നല്ലത്, ഇത് രണ്ടിൽ ഏതാ നല്ലത്. അവസാനം ഓക്കെ ഇതെടുക്കാം, പിന്നെ വന്നിട്ട് നമുക്ക് വെർച്യൂ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവസാനം ഞാൻ വേർത്ത് എടുത്തിട്ട് വന്നു. ഇത് നല്ലതാണ്, എനിക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. പല്ല് തേക്കുന്ന ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, പല്ല് തേക്കുന്ന ബ്രഷ്, ടൂത്ത് പേസ്റ്റ് സെൻസഡൈൻ. എനിക്കിതിൻ്റെ ഒരു മിൻറ്റിൻ്റെ ഈ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ക്യാരി ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പല്ല് തേക്കുന്ന ബ്രഷ്,
ഓക്കെ. ഇവൻ ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് റെയർ ബ്യൂട്ടിയുടെ ഐബ്രോ ജെല്ലാണ്. സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പിരികം കണ്ടിട്ടില്ലേ, ഇങ്ങനെ മറ്റേ വടി പോലെ ഭയങ്കര ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ കണ്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. എനിക്ക് പിന്നെ തലവേദനയാണ്. ഇത്രയും ഭാഗം ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഈ പിരികമൊന്നും നമുക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പിന്നെ തലവേദന വരാൻ തുടങ്ങി. അങ്ങനെ തലവേദനയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യുക, മേടിച്ചതിൻ്റെ കുറ്റബോധം തീർക്കാൻ. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ്, നൈക്കയുടെ ജെയ്ഡ് റോസ്. യെസ്, നൈക്കയുടെ ജെയ്ഡ് റോസ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ജെയ്ഡ് റോസാണ്. പെരി പെറ എന്നാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. 20 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെൻ്റെ വേറൊരു മോയ്സ്ചറൈസിങ് ക്രീം, 2 എണ്ണം എപ്പോഴും കാണും. ടൊറിഡൻ, അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ടൊറിഡൻ നെയിൽ പോളിഷ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അത് നെയിൽ പോളിഷാണ്. തീരുന്നില്ലടേ. ഇതെൻ്റെ സൺസ്ക്രീനാണ്. നേരത്തെ നിങ്ങളൊരെണ്ണം കണ്ടിട്ടുണ്ടാവും, അത് തീർന്നു. അതെന്നെ തെറി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കളഞ്ഞ് അതിൻ്റെ തന്നെ കുറച്ചുകൂടി ടെക്സ്ചർ ഡിഫറെൻ്റ് ഉള്ളൊരു സെയിം ബ്രാൻഡ് തന്നെയാണ് ആ ഒരു സൺസ്ക്രീൻ ഞാൻ എടുത്തു. ഇത് പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതും നല്ലതാണ്. ആ ബ്രാൻഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഐലൈനർ നോർമൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. എന്താണിത്? കോണ്ടോ ക്രയോൺ. എന്താ അടച്ചു വെച്ചേക്കാം. അതാണ് എൻ്റെ കോണ്ടോ ക്രയോൺ. ഞാൻ ചില സമയത്ത് ഒരുങ്ങാൻ ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ പറയുന്നതിൽ ഭൂരിഭാഗം 80% സാധനങ്ങൾ യൂസ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കറിയാം എന്തൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ആണെന്ന് എനിക്കറിയാം. അവിടെ മാത്രം ഫോക്കസ് ചെയ്യുക, പണി അവസാനിപ്പിക്കുക. അതാണ് ഞാൻ. ഇത് ഞാൻ ഈ ചില സമയത്ത് മോർണിംഗ് ഫ്ലൈറ്റ് ഉള്ള സമയങ്ങളിലൊക്കെ ജസ്റ്റ് മുഖം എല്ലാം കൂടെ ഒരുമാതിരി നമുക്കറിയാമല്ലോ, പഫി ആയിരിക്കും. സോ ആ ടൈമിൽ ഇത് ഈ ഒരു ഏരിയയൊക്കെ ഡിഫൈൻ ആവാൻ വേണ്ടിയിട്ടും ജോ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഒടിഞ്ഞു പോയി. മാജിക്കോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ സാധനങ്ങളും എന്നെ പോലെയാണല്ലോ. ഓക്കെ, അതാണ് അത്. സോറി, കെ ബ്യൂട്ടിയുടെ ആണ്. പിന്നെ ഇതെൻ്റെ ഹെയർ സ്പ്രേയും ഹെയർ ജെല്ലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചീകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചീപ്പാണ്, നീല ചീപ്പ്. മറ്റേ ചീപ്പ് വന്നിട്ട് ഹെയർ സ്പ്രേ ഒന്നും ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യാം. സോ കോംപ്ലിക്കേറ്റഡ് റൈറ്റ്? ഐ നോ. മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. മറ്റേത് ട്രയൽ പാക്കാണ്, അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഐ തിങ്ക് 2-3 വർഷമായിട്ട് ഞാൻ ഇതേവരെ മാറ്റാത്തൊരു പ്രൊഡക്റ്റാണിത്. മോയ്സ്ചറൈസിങ് ക്രീം സെറ്റഫിലിൻ്റെ ആണ്. മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ആണ്. ഇതേ ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ നെൽക്കതിരൊക്കെ ഉണ്ടാവും കണ്ട, ഐബ്രോ പെൻസിൽ. ഇത് സ്വിസ് ബ്യൂട്ടി അങ്ങനെ എന്തോ ആണ്. ഏതൊരു സാധനവും ഞാൻ അതിൻ്റെ മാക്സിമം വരെ യൂസ് ചെയ്തിട്ടേ കളയാറുള്ളൂ. സോ ഇത് മാക്സിമം ആയിട്ടില്ല, തീർന്നു ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നില്ലല്ലോ. എൻ്റെ ലിപ് ലൈനറാണ് ഗൈസ്. ഇതിനകത്ത് പോയെന്ന് തോന്നുന്നുണ്ട്. ലിപ് ലൈനറാണ് ഇത്. ചെറി ബ്രൗൺ എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ചെറി ബ്രൗൺ. ചില കളർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് ഒരു ലിപ് ലൈനർ മസ്റ്റാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ വിചാരിക്കാൻ കഴിഞ്ഞു? ഇല്ല, ഒരു ബാഗ് കൂടി ഉണ്ട്. ഇത് അതൊന്ന് പറക്കി വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. ജസ്റ്റ് 1 സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ല എൻ്റെ മേക്കപ്പ് റിലേറ്റഡ് തിങ് ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. സ്കിൻ കെയർ ആക്ച്വലി അത് ഞാൻ വേറെ ബാഗിലിടും. ഇത് രണ്ടും കൂടെ കൂട്ടി കലർത്താൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിത് വേറെ ബാഗിലാണ് കൊണ്ട് നടക്കാറ്. ബ്രഷ്, ഈ ഫേസ് പാക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കയ്യിലൊക്കെ ആക്കി അവിടെ ഇവിടെ ആക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ എപ്പോഴും ഒരു ആപ്ലിക്കേറ്റർ, അതിൻ്റെ ബ്രഷ് കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഐ പാച്ചാണ്, കൊളാജൻ ഐ പാച്ച്. ഇത് ചില സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് പാക്ക്, ഇതിൽ കുറേ അരിമണികളുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടം. സെറം, നയാസിനമൈഡിൻ്റെ സെറമാണ്. അനുവ എന്ന് പറയുന്നൊരു ബ്രാൻഡ്. അനുവാണോ ന്യൂവ ആണോ എന്തോ ആ ഒരു ബ്രാൻഡാണിത്. ടോണർ, ഇത് നല്ലൊരു ടോണറാണ്. ഹെയർ ഇൻ കേസ് റിമൂവ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യൻസിന് യൂഷ്വലി ഹെയർ ഗ്രോത്ത്, പ്രത്യേകിച്ച് ഈ സൗത്ത് സൈഡിലുള്ളവർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. സോ അങ്ങനെ സ്ലീവ്ലെസ് ഇടുമ്പോൾ ചില സമയത്ത് ഐ പ്രിഫർ ടു റിമൂവ് മൈ ഹെയർ. സോ അതിന് വേണ്ടിയിട്ട് ഞാനത് എപ്പോഴും ക്യാരി ചെയ്യും. ഇതെൻ്റെ ഹെയർ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ. ഇത് ഞാൻ യൂഷ്വലി നമുക്ക് എപ്പോഴും ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഹെയർ ഇങ്ങനെ
സ്ട്രെയിറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. സോ അപ്പം സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഞാനൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാൻ മൊട്ടച്ചായി പോകും. പിന്നെ എനിക്ക് മുടി ഉണ്ടാവില്ല. സോ ഞാൻ എപ്പോഴും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് മാത്രമേ സ്ട്രെയിറ്റ്നർ തലയിൽ തൊടാറുള്ളൂ. യെസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഓക്കെ, hope you enjoy. See you next video. Bye bye.